ഹൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നത് എങ്ങനെയാണ് സിപ്പലൈൻ ടാലി മിക്സിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെന്തിനാണ് ചെയ്യാമെന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ പേലോഡ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് സെൻഡ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് സിപ്പലൈൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയാൽ ആദ്യം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം സിപ്പലൈൻ ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്താൽ അതിൽ ഫസ്റ്റ് ഒരു ടൈറ്റിൽ തരാം. ഈ ഒരു സൈറ്റാണ് ഫസ്റ്റ് തന്നെ അതിലോട് കയറാം. അപ്പം ഇങ്ങനെ ഇൻ്റർഫേസ് വരും. അതിൽ ഡെബിയൻ ഫസ്റ്റ് ലിനക്സ് ഡെബിയാണ്. അപ്പോൾ നമുക്ക് ഡെബിയാണ് വേണ്ടത്. അപ്പം ഈ ഫസ്റ്റ് കാണുന്ന ഫയൽ ഓപ്പൺ ചെയ്യുക. അതിന് ശേഷം താഴോട്ട് വന്നാൽ നമുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഓപ്ഷൻ. അപ്പം ഈ ഫസ്റ്റ് കാണുന്ന ബൈനറി പാക്കേജ് ഈ ഒരു ബൈനറി പാക്കേജിനെ കുറിച്ച് നമ്മൾ തന്നെ കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിനു ശേഷം ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ടെർമിനൽ ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ഡെസ്ക്ടോപ്പിൽ ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ കൊടുത്തതിനു ശേഷം അവിടെ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ പേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. നമ്മുടെ ഫയൽ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫയൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നമുക്കിത് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ അവിടെ കുറച്ച് ഡിപ്പെൻഡൻസീസ് ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ 2-3 ഡിപ്പെൻഡൻസീസ് ഉണ്ട്. അപ്പം ആദ്യം അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം. ജസ്റ്റ് സുഡോ റൂട്ട് പെർമിഷൻ കൊടുത്തതിന് ശേഷം ചെയ്യാം. ഈ ഒരു ഫയലാണ്. അപ്പോൾ ഈ ഒരു ഫയൽ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോഴത്തെ എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഈ ഇൻസ്റ്റാൾ ആയിട്ടുള്ള ഫയൽ നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ആകാൻ അത്യാവശ്യം കുറച്ച് ടൈം എടുക്കും. ആ ഒരു ടൈം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഫൈനലി നമ്മളെ പാക്കേജ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ഡിപ്പെൻഡൻസി കൂടി വേണം. ഇതിൽ ഓൾറെഡി ഇൻസ്റ്റാളാണ്. നിങ്ങൾ ഇൻസ്റ്റാൾ ആയിട്ടില്ലെങ്കിൽ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ആൻഡ്രോയിഡ് ഈ രണ്ട് പാക്കേജും നെയിമും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അവിടെ നിന്ന് നോക്കാവുന്നതാണ്.
ജസ്റ്റ് റെഡി ചെയ്തേക്കാം. ഈ ഒരു അപ്ഡേറ്റാണുള്ളത്. അപ്പം ഇതിലെങ്ങനെ കാണിക്കാൻ എന്താന്ന് വെച്ചാല്, ഇതിലെങ്ങനെ ഡിപ്പെൻഡൻസി ഇൻസ്റ്റാൾ ചെയ്യാൻ കാണിക്കാൻ എന്താ വെച്ചാല്, ഞാനിതൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഇന്നലെ ഇൻസ്റ്റാൾ ചെയ്യാൻ ലിനക്സ് ആണ്. അപ്പോൾ FAT അതിൻ്റെ പാക്കേജ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് വീടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതാണ്. അപ്പം എന്തായാലും നിങ്ങളിത് ചെയ്യുന്നതിന് മുന്നേ ഈ 2 ഡിപ്പെൻഡൻസി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ടേക്കാം. ഇല്ലെങ്കിൽ ലാസ്റ്റ് എറർ കാണിക്കും. ഒരു എറർ എല്ലാം ചെയ്ത് ലാസ്റ്റ് അവിടെ എറർ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴേ ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 2 ഫയൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫയൽ നമുക്ക് ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ അതും അതിന് മുന്നേ നമുക്ക് ഈ ഒരു ഫയലിന് പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ലിനക്സിൽ ഏതൊരു ഫയലിനും പെർമിഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡാണ് chmod. ഈ ഒരു സ്റ്റാർ കൊടുത്താൽ നമുക്ക് ഈ ഒരു ഫോൾഡറിലുള്ള എല്ലാ ഫയലിനും പെർമിഷൻ കൊടുക്കാൻ പറ്റും. ഫയലിന് അല്ല, ഈ ഒരു പർട്ടിക്കുലർ ഫയലിന് മാത്രമാണെങ്കിൽ നമുക്ക് ഇത് കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യും. സ്റ്റാർ അപ്പം ഈ ഒരു കളർ ചേഞ്ച് ആയതില്ല. അപ്പം എന്താണ് ഈ ഫയലിന് പെർമിഷൻ ആയത്. ഇനി ഈ ഒരു ഫയൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫയലാണ് ഫയൽ ആയതുകൊണ്ട് തന്നെ DPKG ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ യൂസ് ചെയ്യുക. DPKG ഈ ഒരു ഫയൽ നമുക്ക് ജസ്റ്റ് കോപ്പി എടുക്കാം. sudo root permission അങ്ങനെ അത് ഇൻസ്റ്റാൾ ആയിട്ട് ജസ്റ്റ് ചെയ്തത് വന്നിരിക്കുകയാണ്. പല നമുക്ക് കൊടുത്തിട്ട് ചെയ്യാം.